ഹലോ, എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രിയിലാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് ദേവയുടെ അച്ഛൻ വരുന്ന ദിവസമാണ്. അപ്പോൾ ദേവയെ അറിയുന്നില്ല, റൂബി അറിയുന്നില്ല രാത്രിയിലാണ് വരുന്നതെന്നുള്ളത്. അപ്പം അവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ വരവ് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. അലസറിനെ പഠിപ്പിക്കുക. ഇനി അടങ്ങിയിരിക്കുക, ഇനി അടങ്ങിയിരിക്കുക. പിടിച്ചോ. റൂബി കുറേ നാൾക്ക് ശേഷം കാണുവാണെങ്കിലും അവൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഉച്ചയ്ക്കത്തെ ഒരു ലഞ്ചിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ലഞ്ചിന് നല്ല കക്കാർച്ചി, സാമ്പാർ, തോരൻ, സലാഡ്, അച്ചാർ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ വന്നതിൻ്റെ സന്തോഷത്തിൽ ദേവ നല്ല ഡാൻസ് ചെയ്യുന്നുണ്ട്. ഈ മൈക്ക് അവൾ അനക്കാതെ വെച്ചിരിക്കുവാണ്. അച്ഛൻ വരുന്നവരെ അനക്കത്തില്ല. അച്ഛൻ വരുമ്പോഴാണ് അവൾ കൂടുതൽ ഈ മൈക്ക് എടുത്ത് കളിക്കുന്നത്, പാട്ടൊക്കെ പാടുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ. അച്ഛൻ വരുമ്പോൾ മാത്രമേ അവൾക്കൊരു എനർജിയൊക്കെ കയറത്തുള്ളൂ. അങ്ങനെ അവളുടെ ഡാൻസാണിപ്പം നടക്കുന്നത്. അങ്ങനെ ദേവയുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഓരോ കരിക്കൊക്കെ വെട്ടിയിട്ട് കുടിച്ചു കേട്ടോ. ഇനി നമ്മുടെ റൂബീനെ ഒന്ന് കുളിപ്പിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ അവളുടെ കണ്ണിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഇവളിപ്പോൾ ഇങ്ങനെ ഇറക്കി വിടത്തില്ല. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവൾ ആ പൊടിയിലൊക്കെ പോയി പിന്നെ ഇൻഫെക്ഷൻ ആക്കി മൊത്തം പ്രശ്നമാക്കും. അതുകൊണ്ട് ഇപ്പോൾ കെട്ടിയിടാറാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ അവൾ അങ്ങനെ പൊടിയിലോട്ടൊന്നും വിടാറില്ല. അവൾ ഇറക്കിക്കഴിഞ്ഞാൽ അപ്പം അവൾ ഓടും മണ്ണിലോട്ടും പൊടിയിലോട്ടും ഒക്കെ. ഇവിടെ തറയിട്ടെന്ന് പറയുന്ന കാര്യമില്ല. പുറകുവശത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവൾക്ക് മണ്ണിൽ പോയി അവളുടെ കണ്ണിലൊക്കെ ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ അങ്ങനെ ഇറക്കാറില്ല കേട്ടോ. ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ അങ്ങ് ഇട്ടിരിക്കുവേ. അപ്പോൾ അവളെ ഒന്ന് ഉരച്ച് കുളിപ്പിക്കണം. കാരണം അവളെ പൊടിയിലൊക്കെ പോയി ആകപ്പാടെ മൊത്തത്തിൽ കുളമായിട്ടിരിക്കുവാണ്. അപ്പോൾ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അപ്പോൾ ചേട്ടനാണെങ്കിൽ അവളൊന്ന് മയക്കി എടുക്കുന്നുണ്ട്. ആൾ ഇന്നലെ വന്നതായിരുന്നു, ചേട്ടൻ ഇന്നലെ വന്നതായിരുന്നു. അപ്പോൾ ഇന്ന് റൂബീനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണമെങ്കിൽ അവളെ ഒന്ന് ആദ്യം മയക്കി എടുക്കണ്ടേ. അവളെ ഒന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് എടുത്തു.
എന്നിട്ട് ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ ദേഹം എല്ലാം തേച്ചൊരച്ച് ഒന്ന് ശരിയാക്കി കുറച്ച് നേരം വെച്ച് കേട്ടോ. ഒന്ന് നന്നായിട്ട് തേച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കുളിപ്പിച്ചത്. അവൾക്ക് അടങ്ങിയിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ചെന്ന കുറേ നാൾക്ക് ശേഷം കാണുന്നതല്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊള്ളി ചക്കരപ്പണ്ണി തോർത്തെടുത്ത് വെച്ച ഇങ്ങോട്ട് വരല്ലേ ഞാനിവിടെ ഇരിക്കുവാണ്. കുളിക്കണ്ട, എത്ര ദിവസം കല്ലിപ്പെണ്ണി. സുഖമുണ്ട്, നല്ല സുഖമുണ്ട്. ഇത് കല്ലി തണുക്കുന്ന ജ്യൂസിനൊക്കെ തണുത്ത് ഇപ്പൊ ചൂട് കിട്ടുന്നുണ്ട്. സുന്ദരി പെണ്ണേ തിരിച്ചു ഏയ് ഇറക്കുന്നത് എന്തിനാ? വിറയ്ക്കുന്ന കള്ളി തണുക്കുന്നു. അങ്ങനെ റൂബിനെയൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് ഞങ്ങളാണെങ്കിൽ നേരെ ഒന്ന് വീട്ടിൽ പോയി. ഞങ്ങൾ ഒറ്റയ്ക്ക് അവളെ ആക്കിയിട്ട് പോകുന്നതിൽ വിഷമം ഉണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ കിടന്ന് ഭയങ്കര കുരയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയി ചേരാമെന്ന് പറഞ്ഞ് പോയതാണ്. ഇത് നമ്മൾ വീട്ടിലേക്ക് പോയതാണ്. വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒന്ന് അക്കരെ വരെ ഒന്ന് പോയിച്ച് വന്നു, അത്രേ ഉള്ളേ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മൾ ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ തോന്നിയതും. നമ്മൾ ഷാപ്പിൽ ഫുഡ് കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചു. ഈ സ്ഥലത്തെ നല്ല സ്ഥലമാണ്. കായലിൻ്റെ അടുത്തുകൂടെയൊക്കെ ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പോഴാണ് ദേവിക്കാണെങ്കിൽ ഈ ആമ്പൽ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ആറ്റുമുക്കത്ത് ഷാപ്പിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പൊക്കെ അങ്ങ് മറന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ഫുഡെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വിശപ്പ് എവിടെ പോയെന്ന് അറിയത്തില്ല. നല്ല വരാൽ കറി, വരാൽ ചൂര, കുറേ കപ്പ ഐറ്റംസ്, നമ്മുടെ പാൽ കപ്പ, അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നിയതാണ് ഞങ്ങളിവിടെ എത്തിയതും. പക്ഷെ കഴിക്കാനായിട്ട് വയറ് നിറഞ്ഞൊരു ഫീലായിരുന്നു ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ. ഇവിടുത്തെ അടുക്കളയിലോട്ടൊക്കെ കയറാവേ. അപ്പോൾ അവിടെ അടുക്കളയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കറികളും കാണാം. ഇവിടെ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏത് ഫുഡാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരും നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും, അവർ നമുക്ക് സെലക്ട് ചെയ്ത് തരും. അത് നമ്മൾ മേടിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഓർഡർ ചെയ്താൽ മതി. നമ്മൾ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഫുഡ് എത്തും. ഞണ്ടും കണവയും
ചെറിയ ചെറിയ മീനുകൾ, പോർക്ക്, ബീഫ്, അങ്ങനെയുള്ള എല്ലാ സംഭവവും ഉണ്ടായിരുന്നു. കക്കയിറച്ചി, നീരാളി, കല്ലുമ്മേക്ക, പിന്നെ അപ്പം, കള്ളപ്പം, പൊറോട്ട, മീൻ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു. ഇവിടുന്ന് കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെടാനൊരു സംഭവം എന്ന് പറഞ്ഞാൽ വരാലിൻ്റെ ടേസ്റ്റ് എനിക്ക് അതിൽ വലിയതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ള എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ചെമ്മീനൊക്കെ അടിപൊളി. പിന്നെ ചിക്കൻ കറി, താറാവ് കറി, മീൻ കറി എല്ലാം അടിപൊളിയായിരുന്നു. കപ്പ കുഴച്ചതും ഉണ്ടായിരുന്നു, പുഴുങ്ങിയതുണ്ടായിരുന്നു, പാൽക്കപ്പ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള എല്ലാ ഫുഡും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചു. അപ്പോൾ ഒരുപാടൊന്നും ഇത്രയും തന്നെ കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു. വയറ് നിറഞ്ഞിരിക്കുമായിരുന്നു. നീരാളി, ബീഫ്, പിന്നെ കപ്പ കുഴച്ചത്, കുഴ, പിന്നെ കരിമീൻ പൊള്ളിച്ചത്, വരാൽ കറി, ചോറ്, ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ് ഫ്രൈ ആണ്. ബീഫ് റോസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നു. ചോറ് നമ്മൾ കുറച്ച് മാത്രമേ മേടിച്ചിട്ടുള്ളായിരുന്നു. നമ്മൾ കൂടുതലും മേടിച്ചത് കപ്പക്കുഴയായിരുന്നു. 2 പ്ലേറ്റോളം കുഴ ഞങ്ങൾ മേടിച്ചു. കപ്പക്കുഴയല്ല കേട്ടോ, ഇത് കുഴയാണ്. കുഴ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നുമില്ല മോനെ. ദേവയ്ക്ക് കൊടുത്തേക്ക് കേട്ടോ. എന്തൊരു പീസാ ഇത്? അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. കുറച്ചൊക്കെ നമ്മൾ ബാക്കി വന്നു കേട്ടോ. എല്ലാം കൂടെ കഴിക്കാനുള്ള വയറില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ നല്ല ഫുഡായിരുന്നു. ആറ്റുമുക്കത്ത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ആറ്റുമുക്കത്തേക്ക്. അപ്പോൾ ആറ്റുമുക്കത്തെ കളശം ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വന്നപ്പോൾ വിചാരിച്ചത് ഇവിടെ നിൽക്കാൻ പോലും കയറാൻ പറ്റത്തില്ല, തിരിച്ചു പോകേണ്ടി വരുമെന്നാണ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.